എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു 7 ദിവസം മുൻപ് ഞാനൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഏജൻസിയുടെ സഹായമില്ലാതെ എങ്ങനെ യൂറോപ്പ് രാജ്യങ്ങളിൽ നമുക്ക് ജോലി നേടാൻ കഴിയും എന്നുള്ളത്. അതിൽ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും യൂറോപ്പ് രാജ്യങ്ങളിലേക്ക് ഒഫീഷ്യലായി വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികളെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ വീഡിയോക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് നിങ്ങൾ നൽകിയത്. തീർച്ചയായിട്ടും അതൊരു വെറും വാക്കിൽ ഞാൻ നിർത്താൻ പാടില്ലല്ലോ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ ചെയ്യണമല്ലോ. ആ ഒരു വീഡിയോ പാർട്ടുകളിലെ ഒരു വീഡിയോ ആണിത്. വീഡിയോ പാർട്ട് എന്ന് പറയാൻ കാരണം യൂറോപ്പിലെ പല രാജ്യങ്ങളിലേക്കുമുള്ള സ്പോൺസർഷിപ്പ് നൽകുന്ന വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികളെ കുറിച്ച് ഒരു വീഡിയോയിലോ 2 വീഡിയോയിലോ ഒതുക്കാൻ കഴിയുകയില്ല. എങ്ങനെ പോയാലും ഒരു 4-5 വീഡിയോ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ജർമ്മനി എന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യത്തേക്ക്, ഏറ്റവും മികച്ച രാജ്യത്തെ 5 കമ്പനികൾ, വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന 5 കമ്പനികളെ കുറിച്ചാണ്. അപ്പോൾ വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്. അതായത് ജർമ്മനിയിലെ കമ്പനികളിൽ ജോബ് വേക്കൻസി ഉണ്ടെന്ന ഒറ്റ കാരണം കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. ഓരോ ജോബിൻ്റെയും ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, അതേപോലെ ഏതൊക്കെ ലാംഗ്വേജുകൾ അറിഞ്ഞിരിക്കണം എന്നിവ നോക്കിയ ശേഷം, പരിശോധിച്ച ശേഷം മാത്രമേ ഓരോ ജോലിയിലേക്കും അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അവിടെ യൂറോപ്പ് രാജ്യത്തുള്ള ആളുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളും യൂറോപ്പിന് പുറത്തുള്ള പൗരന്മാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളുണ്ട്. ഇതൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ നിങ്ങൾക്ക് ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഞാൻ പറയുന്ന 5 കമ്പനികൾ അവർ ഡയറക്റ്റ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന കമ്പനികളാണ്. അപ്പോൾ നമുക്ക് നോക്കാം ജർമ്മനിയിലേക്ക് വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികളെ കുറിച്ച്. ആദ്യത്തെ കമ്പനി സീമെൻസ് എന്നൊരു കമ്പനിയാണ്. ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി കമ്പനികളിൽ ഒന്നാണ് ഈ ഒരു കമ്പനി. ഇവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, ഓട്ടോമേഷൻ എഞ്ചിനീയർ, AI സ്പെഷ്യലിസ്റ്റ്, ഡാറ്റ അനലിസ്റ്റ്, പ്രൊജക്ട് മാനേജർ, ഫിനാൻസ്, HR തുടങ്ങി നിരവധി മേഖലകളിൽ നിയമനങ്ങൾ ഈ ഒരു കമ്പനിയിൽ നടക്കാറുണ്ട്. യൂറോപ്പിന് പുറത്തുള്ള ആളുകളെയും ഈ ഒരു കമ്പനിയിലേക്ക്, ജർമ്മനിയിലേക്ക് ജോലിക്കാരായിട്ട് നിയമിക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞാൻ പറയാം. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുള്ള ഈ ഒരു കമ്പനിയുടെ കരിയർ സൈറ്റിൽ നിങ്ങളൊന്ന് കയറുക. ശേഷം അവിടെ ലൊക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ജർമ്മനി എന്നും അതിന് മുകളിലായിട്ട് കാണുന്ന ഭാഗത്ത് ഇംഗ്ലീഷ് എന്നും കൊടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നൊരു ഓപ്ഷൻ കാണുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്റർനാഷണൽ ആയിട്ടുള്ള ആളുകൾക്ക്, അതായത് ആ ഒരു യൂറോപ്യൻ രാജ്യത്തിന് പുറത്തുള്ള വ്യക്തികൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന വേക്കൻസികൾ കാണാൻ കഴിയുകയുള്ളൂ. ഞാൻ ഈ ഒരു കമ്പനിയെ കുറിച്ച് പരിശോധിക്കുന്ന സമയത്ത് ഞാനൊന്ന് വട്ടം കറങ്ങിയതാണ്. കാരണം ഞാൻ ഈ ഇംഗ്ലീഷ് എന്ന ഭാഗത്ത് ഒന്നും കൊടുക്കാതെ ജർമ്മനി എന്ന് സെലക്ട് ചെയ്ത് ഞാൻ ജോലിയൊന്ന് പരിശോധിച്ചപ്പോൾ പല സൈഡിലും ഇംഗ്ലീഷ് കാണുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് അറിയാത്ത ഒരു ഭാഷ ഞാൻ അവിടെ കാണാൻ ഇടയായി. എങ്ങനെ നോക്കിയിട്ടും ഇംഗ്ലീഷ് ആണെന്ന് തന്നെ വിചാരം, പക്ഷെ ഞാൻ എങ്ങനെ വായിച്ചു നോക്കിയിട്ടും അത് മനസ്സിലാവുന്നില്ല. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അതൊരു ജർമ്മൻ ലാംഗ്വേജ് ആണ്. അതിനുശേഷം ഞാൻ ഈ ജർമ്മൻ ലാംഗ്വേജ് അത് അവിടെ കാണിച്ചിട്ടുള്ള ഭാഗം ഞാൻ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയതും. അവിടെ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു കമ്പനിയിലേക്ക് കൂടുതലും ഈ ജർമ്മൻ ലാംഗ്വേജ് അറിയുന്ന ആളുകളെയാണ് ഇവർ പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജുകൾ അറിയുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. മുൻഗണന എന്നല്ല, ഈ ഒരു കമ്പനിയിലേക്ക് കൂടുതലും ഇവർ ജർമ്മൻ ലാംഗ്വേജ് അറിയുന്നവരെയാണ് പ്രിഫർ ചെയ്യുന്നത്. അതാണ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ചില കമ്പനികളിലേക്ക് അല്ലെങ്കിൽ ചില ജോലി ഒഴിവിലേക്ക് ചില ലാംഗ്വേജുകൾ അറിയേണ്ടതായിട്ടുള്ള നിർബന്ധമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ നിങ്ങൾ ഇതിലേക്കായിട്ട് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ കമ്പനി ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തെ കമ്പനി ബോഷ് എന്നൊരു കമ്പനിയാണ്. കാർ നിർമ്മാണം മുതൽ സ്മാർട്ട് ഹോം ടെക്നോളജി വരെ നിരവധി മേഖലകളിൽ പ്രവർത്തിക്കുന്ന ലോക പ്രശസ്ത കമ്പനിയാണ് ബോഷ്. ഇവിടെ ഫ്രഷേഴ്സ് മുതൽ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സ് വരെ നിരവധി ഒഴിവുകൾ വരാറുണ്ട്. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, എംബഡഡ് സിസ്റ്റം, മാനുഫാക്ചറിംഗ്, പ്രൊഡക്ഷൻ, ലോജിസ്റ്റിക്സ്, ക്വാളിറ്റി, സെയിൽസ്, റിസർച്ച് എന്നിങ്ങനെ നിരവധി കാറ്റഗറികളിലേക്ക് ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ കമ്പനിയെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ജർമ്മൻ ലാംഗ്വേജ് അറിയുന്നവർക്ക് മുൻഗണന തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. യൂറോപ്പിന് പുറത്തുള്ള മറ്റു രാജ്യക്കാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ്. വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന ഒരു കമ്പനിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ എക്സ്പീരിയൻസ്, നിങ്ങൾ അറിയുന്ന ലാംഗ്വേജുകൾ, നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ സ്ത്രീയാണോ പുരുഷനാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം വെച്ച് നോക്കിയ ശേഷം മാത്രമേ ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ. നിങ്ങൾ ജോബ് ഈ ഒരു കരിയർ സൈറ്റിൽ കയറിയിട്ട് ജോബ് സെർച്ച് ചെയ്യുമ്പോൾ ഗ്ലോബൽ ഓപ്പർച്യൂണിറ്റി എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് ജർമ്മൻ എന്ന ഭാഗം സെലക്ട് ചെയ്ത ശേഷം ഇംഗ്ലീഷും കൂടെ ഒന്ന് സെലക്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് വേണം ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടത്. അപ്പോൾ രണ്ടാമത്തെ കമ്പനിയാണ് ബോഷ്. ഇനി പറയാൻ പോകുന്ന കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി കാർ നിർമ്മാതാക്കളായിട്ടുള്ള ഒരു കമ്പനിയാണ്. മലയാളികൾക്ക് ഏറെ സുപരിചിതമായിട്ടുള്ള ഒരു കമ്പനിയാണ്. പല മലയാളികളും ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുമുണ്ട്. ആ കമ്പനിയുടെ പേരാണ് BMW ഗ്രൂപ്പ്.
സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, സൈബർ സെക്യൂരിറ്റി, ക്ലൗഡ് എഞ്ചിനീയർ, സപ്ലൈ ചെയിൻ, മാർക്കറ്റിംഗ്, ഫിനാൻസ്, കസ്റ്റമർ സപ്പോർട്ട്, ക്വാളിറ്റി മാനേജ്മെന്റ്, പ്രൊഡക്ഷൻ, ഇങ്ങനെ നിരവധി മേഖലകളിൽ നിങ്ങൾക്ക് ജോലി നേടുവാനും കഴിയും. ഒരു കമ്പനിയിലേക്ക് ഇംഗ്ലീഷ് നിങ്ങൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കില്ല് നിങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് BMW ജർമ്മനി ഗ്രൂപ്പിലേക്ക്. കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് ജോലി ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കമ്പനി കൂടിയാണ് BMW. അതായത് എളുപ്പത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ജോലി ലഭിക്കും എന്നല്ല ഞാൻ പറയുന്നത്. കുറച്ചും കൂടെ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ജോബ് പോർട്ടലാണെങ്കിലും കമ്പനി ആണെങ്കിലും ജോബ് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എളുപ്പത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനും കഴിയും. ഇവിടെ ഈ BMW കരിയർ എന്ന് സെർച്ച് ചെയ്ത് ഇനിഷ്യൽ കരിയർ പോർട്ടലിൽ പോയി നിങ്ങൾ ജർമ്മനി എന്ന ലൊക്കേഷൻ കൊടുത്ത് നിങ്ങൾക്ക് ഇതിലേക്ക് ജോലി കാര്യങ്ങൾ അറിയാൻ കഴിയും. അവർ ചില പോസ്റ്റുകളിലേക്ക് ഫ്രഷേഴ്സിനും എടുക്കാറുണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇതിലേക്ക് ഒന്ന് കരിയർ സൈറ്റ് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണെങ്കിലും അല്ലാത്ത വ്യക്തിയാണെങ്കിലും കരിയർ പോർട്ടൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ. ചിലപ്പോൾ അതിൽ ഫ്രഷേഴ്സിന്റെ വേക്കൻസികൾ കിടപ്പുണ്ടാകും. അപ്പോൾ മൂന്നാമത്തെ കമ്പനി ലോകത്തിലെ ഏറ്റവും വലിയ ലക്ഷറി കാർ നിർമ്മാതാക്കളായിട്ടുള്ള BMW ആണ്. നാലാമത്തെ കമ്പനിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം. BMW പറഞ്ഞ പോലെ തന്നെ ഒരു പക്ഷേ മലയാളികൾക്ക് BMW കൂടുതൽ ഇഷ്ടമുള്ള ചെറുപ്പം മുതലേ കേട്ട് വളർന്നിട്ടുള്ള ഒരു പേരാണ് ബെൻസ്, മെഴ്സിഡൻസ് ബെൻസ്. ഈ ഒരു കമ്പനിയിലേക്ക് ജർമ്മനിയിലേക്ക് ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ജോലിയൊരു കിടപ്പുണ്ട്. ഒഫീഷ്യലായിട്ട് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടുന്ന വിസ സ്പോൺസർഷിപ്പ് കിട്ടുന്ന നാലാമത്തെ കമ്പനിയാണ്, ജർമ്മനിയിലെ നാലാമത്തെ കമ്പനിയാണ് മെഴ്സിഡൻസ് ബെൻസ്. ലോകത്തിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായിട്ടുള്ള ഒരു കമ്പനിയാണ് മെഴ്സിഡൻസ് ബെൻസ് എന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്നാൽ ഈ ഒരു കമ്പനി ഞാൻ BMW കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ കാർ നിർമ്മാണം എന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കമ്പനിയല്ല, അല്ലെങ്കിൽ ഒരു മെക്കാനിക് സൈഡിലേക്ക് മാത്രം ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്ന ഒരു കമ്പനിയല്ല. ഇവിടെ വിവിധ രീതിയിലുള്ള കാറ്റഗറികളിലേക്ക് ജോലി ഒഴിവുകൾ അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയട്ടെ. എഞ്ചിനീയറിംഗ്, IT, സോഫ്റ്റ്വെയർ, AI, ഫിനാൻസ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പ്രൊക്യൂർമെന്റ്, മാനുഫാക്ചറിംഗ്, ഓപ്പറേഷൻസ് എന്നിവയിലും ഈ ഒരു കമ്പനിയിലേക്ക് ജർമ്മനിയിലേക്ക് നിയമനങ്ങൾ നടത്താറുണ്ട് എന്നതാണ് സത്യം. ചില ഇന്റർനാഷണൽ പൊസിഷൻസിൽ റീലൊക്കേഷൻ സപ്പോർട്ടും ഉണ്ടായേക്കാം. എന്നാൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജോബ് ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ പൂർണ്ണമായിട്ടും വായിക്കണം. അപ്പോൾ മെഴ്സിഡൻസ് ബെൻസ് കരിയർ ജർമ്മനി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഒഫീഷ്യൽ പോർട്ടലിൽ പോകാൻ കഴിയും. അവിടെ ലൊക്കേഷൻ ചിലപ്പോൾ ജർമ്മനി എന്ന് ഒന്നും കൂടെ കൊടുത്ത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ഇംഗ്ലീഷ് ലാംഗ്വേജ് സെലക്ട് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ജോബ് കാര്യങ്ങൾ പരിശോധിക്കുക. അഞ്ചാമത്തെ കമ്പനിയിലേക്ക് പറയുമ്പോഴും ഇതും ഒരു നമുക്ക് വളരെയധികം പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ പ്രായമുള്ള യുവാക്കൾക്ക് ഒരുപക്ഷെ വളരെയധികം പ്രിയപ്പെട്ട ഒരു കാർ നിർമ്മാണ കമ്പനിയാണ്. ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. വർഷം തോറും ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്ന ഒരു ജർമ്മൻ കാർ നിർമ്മാണ കമ്പനിയാണിത്. ഇപ്പോഴേ പലർക്കും ഒരുപക്ഷെ ഈ ഒരു കമ്പനിയെ പേര് കത്തിയിട്ടുണ്ടാകും. അതെ, നിങ്ങൾ വിചാരിച്ചത് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട കാറായിട്ടുള്ള പോളോയുടെ നിർമ്മാതാക്കളായിട്ടുള്ള വോൾസ്വാഗൻ ഗ്രൂപ്പ്. വോൾസ്വാഗൻ ലോകത്തിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാണ കമ്പനികളിൽ ഒന്നാണ്. വോൾസ്വാഗൻ മാത്രമല്ല, ഓഡി, പോർഷെ, സ്കോഡ, സീറ്റ്, ബെന്റ്ലി, ലംബോർഗിനി പോലെയുള്ള നിരവധി ബ്രാൻഡുകളും ഈ ഗ്രൂപ്പിന്റെ ഭാഗമാണ്. ഇവിടെ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, സോഫ്റ്റ്വെയർ, പ്രൊഡക്ഷൻ, ലോജിസ്റ്റിക്സ്, സപ്ലൈ ചെയിൻ, ഫിനാൻസ്, HR തുടങ്ങിയ നിരവധി മേഖലകളിൽ അവസരം ലഭിക്കും. കരിയർ വെബ്സൈറ്റിൽ കൺട്രി ജർമ്മനി സെലക്ട് ചെയ്ത ശേഷം ജോബ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്, ജോബ് കണ്ടെത്താവുന്നതാണ്. ഈ ഒരു കമ്പനിയും ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിനെ അവരുടെ ജർമ്മനിയിലെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യാറുണ്ട്, റിക്രൂട്ട് ചെയ്യാറുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് വിസ സ്പോൺസർഷിപ്പ് കമ്പനി നൽകുന്നതുമാണ്. പക്ഷേ നിങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് സെർച്ച് ചെയ്യുക. ഒപ്പം ജോബ് ഡിസ്ക്രിപ്ഷനും മാക്സിമം പരിശോധിക്കുക. വള്ളിപ്പുള്ളി തെറ്റാതെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ശേഷം മാത്രം ഈ ഒരു ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ജർമ്മനിയിലേക്ക് നമുക്ക് വിസ സ്പോൺസർഷിപ്പ് കിട്ടുന്ന 5 കമ്പനികളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ ഒരു 5 കമ്പനികളും നമുക്ക് അല്ലെങ്കിൽ ഇന്റർനാഷണൽ കാൻഡിഡേറ്റ്സിന് വിസ സ്പോൺസർഷിപ്പ് നൽകുന്ന കമ്പനികളാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പരിശോധിച്ച ശേഷം മാത്രം നിങ്ങൾ ജോലിക്കായിട്ട് അപ്ലൈ ചെയ്യുക. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കമ്പനിയിൽ ജോലി ഉറപ്പ് എന്ന് പറഞ്ഞ് ആരെങ്കിലും പണം ചോദിച്ചാൽ ഒരിക്കലും കൊടുക്കരുത്. ഈ കമ്പനികളുടെ ഔദ്യോഗിക കരിയർ പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. CV സെലക്ഷൻ, ഇന്റർവ്യൂ, സെലക്ഷൻ പ്രോസസ്സ്, വിസ പ്രോസസ്സ് എന്നിവ ഓരോ കമ്പനിക്കും വ്യത്യസ്തമായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ ജർമ്മനിയിലെ ആദ്യ 5 പ്രമുഖ കമ്പനികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തണം. നിങ്ങൾ ഏത് യൂറോപ്പ് രാജ്യത്തേക്കാണ് ജോലി നോക്കുന്നത് എന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. തീർച്ചയായിട്ടും ആ ഒരു രാജ്യത്തെ, യൂറോപ്പ് രാജ്യത്തെ ഇതുപോലെയുള്ള വിസ സ്പോൺസർഷിപ്പ് കിട്ടുന്ന കമ്പനികളെ കുറിച്ചും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും.